ഇതിന് പല പല പേരുകളും ഉണ്ട് കേട്ടോ. വെണ്ടക്കായ എന്ന് പറയും, ഭിണ്ടി എന്ന് പറയും, ഓക്ര എന്ന് പറയും, ലേഡീസ് ഫിംഗർ എന്നും പറയും. ഇത് വെച്ച് വളരെ ഈസി ആയിട്ട് ഒരു ചട്ടപ്പട്ട ഫ്രൈ അങ്ങ് ഉണ്ടാക്കിയാലോ. സമയം കളയണ്ട, ഉടനെ വീഡിയോയ്ക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. ഈ റെസിപ്പി നമ്മൾ തയ്യാറാക്കുന്നത് 3 പേർക്കാണ് കേട്ടോ. അതിനു വേണ്ടി 250 ഗ്രാം വെണ്ടക്കായ ഇതേപോലെ ചെറുതായിട്ട് അങ്ങോട്ട് നുറുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല. ഈ ഗരം മസാല ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ നാരങ്ങനീര് ഫ്രഷ് ആയിട്ടുള്ളത്. ഇതെല്ലാം ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാ മസാലകളും അതിലേക്ക് അങ്ങോട്ട് നന്നായിട്ട് മാരിനേറ്റ് ആവും. അതിൻ്റെ ഉള്ളിലേക്ക് 1/4 കപ്പ് ബേസിൻ ഫ്ലവർ അല്ലെങ്കിൽ ചിപ്പി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇതും ചേർത്ത് എല്ലാ വെണ്ടക്കായയിലേക്കും അത് കോട്ടാവണം കേട്ടോ. ഫുള്ളായിട്ട് കോട്ട് ചെയ്താലാണ് അതിൻ്റെ ആ ക്രിസ്പ്നെസ് വരുള്ളൂ. അതിന് ശേഷം ഇച്ചിരി വെള്ളം, വളരെ കുറച്ച് വെള്ളം ചേർത്ത് വീണ്ടും ഒന്നങ്ങോട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള ഓയിലിലേക്ക് അത് ഓരോ പീസായിട്ട് ഇട്ട് ബാച്ചസ് ആയിട്ട്, എല്ലാം കൂടി ഒന്നിച്ചിടരുത്, അത് വലിയൊരു കട്ടായിട്ട് പോരും. ചെറിയ ചെറിയ ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്ത് നല്ല ക്രിസ്പാക്കണം. ഇതൊക്കെ ആക്കി കൊടുക്കാം. അതേ കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ക്രിസ്പി ക്രഞ്ചി ആയിട്ട് എടുക്കുക. ഓയിലൊക്കെ കളയുക. അത് കഴിഞ്ഞാൽ ഒരു ടിഷ്യൂ പേപ്പറിൽ ലഞ്ച് ചെയ്ത പ്ലേറ്റിലേക്ക് അതൊക്കെ ഇടാം. നമുക്കിനി അതിലേക്ക് ഒരു ചെറിയൊരു മിക്സിങ് കൂടി ഉണ്ട്. അതിനു വേണ്ടി ഒരു പാൻ വയ്ക്കുക, 2 ടേബിൾ സ്പൂൺ ഓയിൽ അങ്ങോട്ട് ഒഴിക്കുക. അതിലേക്ക് ഒരു 15 പീസ് കശുവണ്ടി, അത് നന്നായിട്ടാണ്ട് വറുത്താണ്ട് പോരാ, നല്ല ഗോൾഡൻ കളറിൽ. അതിൻ്റെ ഓയിലൊക്കെ കളഞ്ഞ് ഒരു ബോളിലേക്കാണ്ട് മാറ്റി വയ്ക്കുക. ഒരു 1/2 കപ്പ് കപ്പലണ്ടി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇട്ട് അങ്ങോട്ട് വീണ്ടും ഫ്രൈ ചെയ്ത് ഇങ്ങോട്ട് എടുത്തേക്കാം. അതിൻ്റെയും ഓയിൽ കളഞ്ഞ് ആ സെയിം ബോളിലേക്ക് തന്നെ മാറ്റാം. അതിലേക്ക് ഒരു 6 പീസ് മിളക് ഇങ്ങനെ വെറുതെ ഒന്ന് കീറിയിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്ത് അതിൻ്റെയും ഓയിൽ കളഞ്ഞ് അതേ ബോളിലേക്ക് തന്നെ മാറ്റി വെച്ചേക്കാം. കുറച്ച് കറിവേപ്പില അതും ഫ്രൈ ചെയ്തെടുക്കുക. അതും ആ ബോളിലേക്ക് കണ്ട് മാറ്റാം. ഒരു 5 പീസ് വെളുത്തുള്ളി അതൊന്ന് ജസ്റ്റ് ഇടിച്ച്, അതായത് നമ്മുടെ തോലോട് കൂടി തന്നെ ഇടിച്ച് അതിനെ ഒന്ന് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ഓയിൽ ആ സമയത്ത് വീണ്ടും ചേർക്കാം, വേണമെങ്കിൽ മാത്രം. അതിൻ്റെ ഓയിലും കളഞ്ഞ് ആ ബോളിലേക്ക് കണ്ട് ഇടാം. അതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി അങ്ങോട്ട് ഇട്ട് അതങ്ങോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഓയിലിൻ്റെ അംശമുള്ളതുകൊണ്ട് ആ മുളകൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആയിക്കോളും. അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ വെണ്ടക്കായ ഒരു ബോളിലേക്ക് മാറ്റാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ മിക്സ് ഉണ്ടല്ലോ, നമ്മുടെ കശുവണ്ടി എല്ലാം കൂടിയുള്ള മിക്സ്, അതും ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇത്രയുള്ള പരിപാടി, സാധനം റെഡി. ഒന്നും നോക്കണ്ടഞ്ഞി, ഇവൻ അങ്ങോട്ട് ഇനി ആസ്വദിച്ചങ്ങോട്ട് തിന്നേക്കാം. വളരെ ഈസിയാണ്. ഓക്കെ, ക്രിസ്പ് നോക്കി, ഇതേപോലെ ക്രിസ്പി ആയിരിക്കും. അപ്പൊ എങ്ങനെ എടുക്കാം, ഇങ്ങനെ ആസ്വദിച്ചാണ് തിന്നേക്കാം. ഇടയ്ക്ക് ഒരു കപ്പലണ്ടിയും ഇതിന്ന് ആസ്വദിച്ച് തിന്നുമ്പോ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയേക്കണേ, മറക്കല്ലേ. ഓക്കെ, ബൈ, സീ യു വിത്ത് പുതിയ വീഡിയോ.